ഉള്ളവരെ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖ ചാനലുകൾ TV ചാനലുകൾ പുറത്തുവിടുന്ന സർവേകളിൽ ഒരു നെക്ക് ടു നെക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്തർധാരകളും അടിയൊഴുക്കുകളും വ്യക്തമാക്കുന്നത് കേരളത്തിൽ UDF അനുകൂലമായ ഒരു തരംഗമുണ്ട് എന്നാണ്. അതായത് ഈ സർവേകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. LDF കുത്തക മണ്ഡലങ്ങളിൽ ഒരു അട്ടിമറി മിക്ക ചാനലുകളും പ്രവചിക്കുന്നുണ്ട്. കൊയിലാണ്ടി, നാദാപുരം, കുന്ദമംഗലം, നാട്ടിക, ആറ്റിങ്ങൽ, ചടയമംഗലം എന്നിങ്ങനെ പരമ്പരാഗതമായി LDF കൈവശം വച്ചിരിക്കുന്ന സീറ്റുകളിലൊക്കെയും ഒരു അട്ടിമറി മിക്ക സർവേകളിലും പറയുന്നുണ്ട്. ബിഗ് TV ആണെങ്കിൽ ആറ്റിങ്ങൽ UDF വിജയിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ UDF അവിടെ 3-ാം സ്ഥാനത്താണുള്ളൂ. ആ സീറ്റ് UDF വിജയിക്കുമെന്ന് പറയുന്നു. ചടയമംഗലത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ അടിസ്ഥാനത്തിൽ നെക്ക് ടു നെക്ക് പോരാട്ടം അവിടെ കോൺഗ്രസ്സിന് ചെറിയ മേധാവിത്വം ഉണ്ട് എന്ന് പറയുന്നു. അതായത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവയർനെസ് ചെയ്തെടുക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. പരമ്പരാഗതമായ LDF മണ്ഡലങ്ങളിൽ ഇത്തരം മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് UDF സാധ്യത എന്ന് പറയുമ്പോൾ UDF ഒരു അനുകൂലമായ ട്രെൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നമ്മൾ ഈ സർവേകളൊക്കെയും പരിശോധിച്ചാൽ അതിലൊന്നും LDF കുത്തക സീറ്റുകൾ UDF പിടിച്ചെടുക്കും എന്നതിനപ്പുറം ഏതെങ്കിലും UDF സീറ്റുകൾ പരമ്പരാഗതമായ മലപ്പുറത്തോ എറണാകുളത്തോ UDF കിട്ടുന്ന സീറ്റുകൾ ഏതെങ്കിലും LDF പിടിച്ചെടുക്കും എന്ന് പറയുന്നില്ല. അപ്പോൾ തന്നെ ഒരു ധാര അല്ലെങ്കിൽ ഒരു അടിയൊഴുക്ക് UDF അനുകൂലമായി ഉണ്ട് എന്ന് വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ട് ചാനലുകൾ ഒരു നെക്ക് ടു നെക്ക് പ്രവചനം നടത്തുന്നു എന്ന് നമുക്ക് വസ്തുതകൾ പഠിച്ചാൽ വ്യക്തമാകുന്നതാണ്. പ്രത്യേകിച്ചും അവരുടെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ടു പോവുക. നമ്മൾ ഈ ചാനലുകളുടെ ഒരു അവലോകനം അല്ലെങ്കിൽ സർവേ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഒരു ഫുട്ബോൾ മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. ആദ്യത്തെ ദിവസം UDF LDF കൃത്യമായി ഒരേ കണക്ക് സീറ്റുകൾ പ്രവചിക്കുക. രണ്ടാമത്തെ ദിവസം രണ്ടു പാർട്ടിയുടെയും അണികളെ ആ റിപ്പോർട്ട് കാണുന്നതിന് പ്രകടിപ്പിക്കുക. അങ്ങനെ ചാനലിൻ്റെ റേറ്റ് കൂട്ടിപ്പോകുക എന്ന ഒരു ഉദ്യമമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഈ നെക്ക് ടു നെക്ക് ഏകദേശം 70 സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കുകയും ആകാംക്ഷ കൂട്ടി അണികളുടെയൊക്കെ ഒരു പിന്തുണ ചാനലിൽ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വാസ്തവം. മറ്റൊന്ന് നമുക്കറിയാം, ഈ അടുത്ത ദിവസങ്ങളിൽ ചാനലുകൾക്ക് പിണറായി സർക്കാർ അനുവദിച്ച പൈസയുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ചാനലുകൾക്ക് തങ്ങളെ താങ്ങി നിർത്തുന്ന സർക്കാരിനോട് വിധേയത്വമുണ്ടാകാം എന്നത് യാദൃച്ഛികമല്ല, അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഈ ന്യൂസ് ചാനലുകളൊക്കെ തന്നെ നഷ്ടത്തിലാണ്. അവരെ പിടിച്ചു നിർക്കുന്നത് സർക്കാർ കൊടുക്കുന്ന പരസ്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം സർക്കാർ അനുകൂല വാർത്തകൾ സർവേകളൊക്കെ പടച്ചുവിടേണ്ടത് ചാനലുകളുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നരേന്ദ്രമോദിക്കും BJPക്കുമൊക്കെ വലിയ രീതിയിൽ അപ്രമാദിത്വം പ്രഖ്യാപിച്ച സർവേകളൊക്കെയും വീണുടഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർക്കൊരു യാഥാർത്ഥ്യ ബോധം അറിയാമായിരുന്നു. പക്ഷേ അവർക്കറിയാം 1-2 ദിവസങ്ങൾക്കപ്പുറം ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ സർവേകളുടെ ആധികാരികത മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷം ആളുകൾ മറക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന പൈസയുടെ അടിസ്ഥാനത്തിൽ അവർ ഇത്തരം സർവേകൾ പുറത്തുവിടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും നമുക്ക് ആ ചാനൽ കാണുമ്പോൾ തന്നെ അറിയാം ചാനലുകളുടെയൊക്കെയും ഒരു പരസ്യത്തിൻ്റെ സ്വാധീനം എങ്ങനെയാണ്. ഒരു 10 മിനിറ്റ് ഏതെങ്കിലും കേരളത്തിലെ പ്രമുഖമായ വാർത്താ ചാനൽ കാണുകയാണെങ്കിൽ അതിൽ 4 മിനിറ്റും പിണറായിക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളായിരിക്കും. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ എടുക്കുകയാണെങ്കിൽ അതിൽ അരുൺകുമാറിൻ്റെയും ആൻറ്റോ ആൻ്റണിയുടെയും ഒക്കെ പിണറായി പുകഴ്ത്തുപാട്ടലുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഒരു PR വർക്കിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരം ചാനലുകൾ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരം വാർത്തകൾ കൊടുക്കുന്നു എന്നതിനപ്പുറം UDF അനുകൂലമായി വലിയ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 2026 കേരള ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ 2026 കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചാനലുകൾ പുറത്തുവിട്ട ഒരു സർവേകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് കിട്ടും. അതിൽ ഈ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിലെ ചാനലുകളൊക്കെ എത്രത്തോളം ആളുകളെ കണ്ടു, എത്രത്തോളം സാമ്പിൾ ശേഖരിച്ചു എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നോട്ട് അവൈലബിൾ. അതായത് എത്രത്തോളം ആളുകളെ കണ്ടിട്ടാണ് അവർ ആ സർവേ എടുത്തത് എന്ന് പറയുന്നില്ല. പക്ഷേ മനോരമ സി വോട്ടറും അതും ലോക് പോളുമാണ് എത്രത്തോളം ആളുകളെ കണ്ടിട്ടാണ് ആ സർവേ തയ്യാറാക്കിയത് എന്ന് പറയുന്നു. മനോരമയുടെ സി വോട്ടറിൻ്റെയും സർവേ ഏകദേശം 89,000 പരം ആളുകളെ കണ്ടു. ലോക് പോൾ ആണെങ്കിൽ ഏകദേശം 29,000 പരം ആളുകളെ കണ്ടു എന്ന് പറയുമ്പോൾ ആ 2 സർവേകളും വളരെ കൃത്യമായി UDF
മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് പറയുന്നു. അത് തന്നെ ഒരു ഉദാഹരണമാണ് UDF അനുകൂല തരംഗം കേരളത്തിൽ ഉണ്ട് എന്നതിന്. മറ്റൊക്കെ മാധ്യമങ്ങൾ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന ചില വിടുപണികൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യ സമയത്ത് തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ LDF ഒരു അപ്രമാദിത്യം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇലക്ഷന്റെ ലാസ്റ്റ് സമയങ്ങളിലേക്ക് വരുമ്പോൾ കൃത്യമായ സാമുദായിക പരിഗണനകൾ കൊണ്ട് UDF അത് അതിജീവിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ CSI സഭകളുടെ അധ്യക്ഷനായ പ്രവീണിനെ കന്യാകുമാരി ജില്ലയിൽ ഒരു നിയമസഭാ സീറ്റ് നൽകുക വഴി കോൺഗ്രസിന്റെ പാനൽ മത്സരിക്കുവാൻ അനുവദിക്കുക വഴി തിരുവനന്തപുരം ജില്ലയിലെ 8-9 നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ CSI സഭയുടെ വോട്ടുകൾ കൃത്യമായി UDF വീഴും എന്ന രീതിയിലാണ് ആ ജില്ലയിൽ നിന്നുള്ള നിഗമനം വരുന്നത്. CSIയുടെ നേതാക്കന്മാരൊക്കെയും അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ UDF വലിയ അപ്രമാദിത്യം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകും. ഒരുപക്ഷെ 8-9 സീറ്റുകൾ അധികം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാം. മാത്രമല്ല തെക്കൻ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രവണത അനുസരിച്ച് ശബരിമല ഇഷ്യൂവിൽ, അതായത് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതിഷേധ വോട്ടുകൾ അത് നേമത്തും കഴക്കൂട്ടത്തും BJPക്ക് അനുകൂലമായി വരികയാണെങ്കിലും മറ്റുള്ള മണ്ഡലങ്ങളിൽ അത് കൃത്യമായി കോൺഗ്രസ് തന്നെ പോൾ ചെയ്യപ്പെടും. കാരണം BJPക്ക് മറ്റുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഇല്ല എന്നതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ ശബരിമല പ്രശ്നത്തിൽ പ്രയാസം അനുഭവിച്ച സമുദായത്തിൻ്റെ വോട്ടുകളും വളരെ കൃത്യമായി തന്നെ UDF ലഭിക്കും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യ കേരളത്തിലെത്തുകയാണെങ്കിൽ 2020 BJP ബന്ധം അത് ആ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആ പാർട്ടിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ തെറ്റിപ്പിരിയുന്നതിന് കാരണമായിട്ടുണ്ട്. ആ വോട്ടുകൾ വളരെ കൃത്യമായി തന്നെ UDFലേക്ക് തിരിച്ചെത്തും എന്നതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള മെജോറിറ്റി എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ കുന്നത്തുനാട് പോലെയുള്ള നിയോജക മണ്ഡലങ്ങൾ അത് എറണാകുളം ജില്ലയിൽ തിരിച്ചു പിടിക്കുന്നതിന് കാരണമാകും. 2020 തകർന്നടിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. UDF എറണാകുളം ജില്ലയിൽ വളരെ വലിയ അപ്രമാദിത്വമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ മലബാറിൽ വളരെ കൃത്യമായി തന്നെ മുസ്ലിം വോട്ട് ബാങ്കുകൾ ക്രോഡീകരിക്കപ്പെടും. അതും UDF അനുകൂലമായി മാറും. തെക്കൻ ജില്ലകളിൽ വരികയാണെങ്കിൽ അത് ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ LDF തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവസാന നിമിഷത്തെ വോട്ടിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. വളരെ കൃത്യമായി തന്നെ UDF അത് ടാർഗറ്റ് ചെയ്യുവാൻ കഴിയുന്നു എന്നതും വസ്തുതയാണ്. വസ്തുതകളൊക്കെ പഠിക്കുമ്പോൾ 100ന് മുകളിൽ സീറ്റുകൾ UDF നേടും എന്ന് തന്നെയാണ് നിലവിലുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. പെയ്ഡ് സർവേകൾ അത് അത്രമേൽ പ്രായോഗികമല്ല എന്ന് മാത്രമല്ല, പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അവർക്കും അറിയാം സത്യത്തിൻ്റെ ഒരു പോക്ക്. പക്ഷേ ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ട് അത് LDF അനുകൂലമായി അവർ തിരിച്ചുവിടുന്നു എന്നേ ഉള്ളൂ. കാരണം അവർ പ്രവചിക്കുന്ന സീറ്റുകൾ മിക്കപ്പോഴും കൊയിലാണ്ടി, ആറ്റിങ്ങൽ മുതലായ കുത്തക സീറ്റുകൾ വരെ, പേരാമ്പ്ര മുതലായ കുത്തക സീറ്റുകൾ വരെ UDF കിട്ടും എന്ന് പ്രവചിക്കുമ്പോൾ പോലും നെക്ക് ടു നെക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അസാഭാവേദ നമുക്ക് വ്യക്തമാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.